പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിലാണ്. ഇത് ഇന്നലെ കുട്ടു തൂത്തിട്ട് എൻ്റെ ബാക്കി വണ്ടി വന്ന് ഓട്ടം കഴിഞ്ഞ് വന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ടേക്കാണ്. അപ്പം നേരെ നമ്മളിനി വണ്ടിക്കകത്തോട്ട് കയറാൻ പോകണം. നേരെ കുട്ടൻസിലോട്ട് പോകാൻ പോകണം. കാരണം നമ്മുടെ ഒരു സബ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതിനകത്തുള്ള ഒരു സബ് ഊരിക്കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ആ സബിനെടുത്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ അകം ഇന്ന് വൈകിട്ട് 3 ട്രിപ്പുണ്ട്. അപ്പം അകത്ത് ഇനി കുറച്ച് വൃത്തിയാക്കണം. അകമെല്ലാം ഇന്ന് രാവിലെ വന്നെല്ലാം കഴുകിയിട്ട് ഓട്ട് കഴിഞ്ഞ് വന്നെല്ലാം കഴുകിയിട്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അപ്പം നമുക്ക് നേരെ മറ്റേ സബിൻ്റെ കവറെല്ലാം ഇളക്കി സബ് ഇളക്കി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. അങ്ങനെ ജിഷ്ണു പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങി. അയ്യോ ഒന്നും പറയാതിരിക്കുന്നത്. ഇവിടെ മൊത്തം സീനാണ്. തൂക്കലൈറ്റ് കാര്യങ്ങളെല്ലാം ഇളക്കി വെച്ചേട്ടോ. വൻപൻ സീനുകളായാണ്. അപ്പോൾ വൻപൻ സീന് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തൂക്കലൈറ്റ് കാര്യങ്ങളെല്ലാം വലിച്ചിളക്കി ഫുള്ള് ക്ലീനാക്കി നമുക്ക് നേരെ സബ്ബിളക്കി എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിൽ നോക്കിയ സൈഡ് പതിയെ തള്ളണം. അങ്ങനെയുള്ളല്ലേ ഗൈസ്. ഇത് ഇളക്കിയിട്ട് വരാം കേട്ടോ. ഫേറ്റ് സാധനം ഊരി കേട്ടോ. കവറിങ്ങനെ പതുക്കെ ഊരി എടുത്ത് കേട്ടോ. സാധനം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സബിനെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് പാക്കുന്ന നമ്മുടെ വേറൊരു സബുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചെടുത്തിട്ട് വരണം പരിപാടിയാണ്. നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. നമ്മുടെ പ്രിയപ്പെട്ട ഷീജയെ എൻ്റെ അമ്മയും പിന്നെ ഭാര്യയും കൂടെ ഒന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ സച്ചു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേരും കൂടെയാണ് കുട്ടൻസ് വരെ പോകുന്നത്. ഇവരെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് കുട്ടൻസ് കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇവരെയും കൂടെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ ബാക്കിൽ കയറി. അപ്പം സബ് അടായി അങ്ങോട്ട് നീക്കി എൻ്റെ ഭാര്യയോട് കൊടുത്തു. അപ്പോൾ സച്ച് വണ്ടി കയറി. സച്ച് വണ്ടി ഓടിക്കാൻ പോകണം. എൻ്റെ മൈ ഡോർ അടക്കിട്ട് ഇങ്ങനെ നമ്മൾ ജയ്സ നമ്മുടെ സബിനെ എടുത്തു താഴെ. അമ്മ എന്തിനാണ് പറയാനുള്ള? എന്തിന് പറയാൻ പോണ്? നല്ല മാത്രം പറയാമോ, ചീത്തരൊന്നും പറയരുത്. നമുക്ക് ഡീസൽ അടിക്കാം. ഡീസൽ ഇതാണ് ഞാൻ കെട്ടിയ സാധനം. ഈ സാധനത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇതാണ് ഇങ്ങനെ തൊലച്ച എൻ്റെ തല. ഈ അമ്മയാണ് എന്നെ നശിപ്പിച്ചത്. ബസ് എടുത്ത് ജിഷ്ണുവിന് ബസ് വാങ്ങിച്ചു കൊടുത്തവരാണ് അവർ. ഇപ്പോൾ കൊത്തുവാൾ എടുപ്പിച്ചതും. എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങൾ എല്ലാവരും കേൾക്കണം. എന്തിനാണ് ബസ് എടുത്ത് എല്ലാരും നന്നായപ്പോഴും ഇപ്പോഴും അമ്മയ്ക്കാണ് കുറ്റം. നമ്മൾ ഭയങ്കര റിച്ച് ആണല്ലോ കേട്ടാ. ഇപ്പം ഇവർക്ക് അമ്മയാണ് തെറ്റുകാരി. ഇവരെ ജീവിക്കാൻ വേണ്ടി നല്ലത് ചെയ്തു കൊടുത്തല്ലോ. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഇതാണ് സച്ചു. ഇത് ഭയങ്കരമായിട്ട് തീപിടുത്തം അണയ്ക്കണ കുറ്റി ഉണ്ടാക്കണ കമ്പനിയിലെ വലിയ ജോലിക്കാരനൊക്കെ. വലിയ ആൾക്കാരാണ് അല്ലേ? വലിയ ആൾക്കാരാണ്. ഏറെ നേരെ വണ്ടി ഓടിക്കാറുണ്ട്. ഹെവി ഓടിക്കാറ്. വേറെ നാടൻ പൂച്ച. നമ്മളിവിടെ നിന്ന് ചായ കുടിക്കാനും കേട്ടോ. ദീപു വരാം കേസ്. വണ്ടി ഇതോടെ കൊണ്ടിട്ടേക്കണം കേട്ടോ. ഓരോരുത്തരും വഴി ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര എക്സ്പെൻസീവായ ചിലവുകളാണ്. നമ്മൾ ലൈം അടിച്ചോട്ടോ. ലൈം സാധനങ്ങൾ ഇല്ല. അമ്മ കുടിച്ചിട്ട് അത് കുറച്ച് കൊടു. ഷുഗർ അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുട്ടൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇല്ല നിങ്ങൾ 2 വാക്ക് പറയണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഈ സാധനം കൊണ്ട് കൊടുക്കുക. മറ്റേ സബ് എടുത്തുകൊണ്ട് ടപ്പനെ പോവുക. അതാണ് കേട്ടോ പരിപാടി. സാധനം എടുക്കും. എന്തരീ മുക്കണോ അത്? നമ്മുടെ സബ് ഇതാ കിട്ടി കേട്ടോ. അപ്പം ഷെറ്റും കാര്യങ്ങളെല്ലാം എന്താ അവർ അർജൻറ്റ് വർക്ക് കിടക്കുന്നുണ്ട്. മറ്റേ തമിഴ്നാട് വേണ്ടി അർജൻറ്റ് വർക്ക് കിടക്കുന്ന അവിടെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വരിക, സബ് എടുക്കുക, നേരെ പോവുക. നമ്മൾ മറ്റേ മതിയുടെ വണ്ടിയാണ്. സെറ്റ് ഗ്രാഫാണ്. ഒരു രക്ഷയില്ലാത്ത കാരണം. നമ്മൾ മെയിൻ റോഡ് മാറി ബീച്ച് സൈഡ് റോഡ് കയറി. ഫുള്ള് ബീച്ചാണ്. മറ്റേ റോഡ് ഫുള്ള് തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ വർക്കലേ കൂടെ കയറി വർക്കല ക്ലിഫിലും കൂടെ പോയിട്ട് നേരെ അതുവഴി
പൊടി